മുട്ടക്കറി ഇഷ്ടമുള്ളവരെ ഒരിക്കലെങ്കിലും ഇതുപോലൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഇനി എരിവിനായിട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വലിയൊരു സവാള കനം കുറച്ചരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 3 ടീസ്പൂൺ തേങ്ങയുടെ കൂടെ ഒരു 5-6 കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇനി വെന്ത വെജിറ്റബിൾസിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കശുവണ്ടിയുടെയും തേങ്ങയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ വേണം ഇനി ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇനി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി മുട്ട കുറുമ തയ്യാറായി കേട്ടോ. എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണേ.